മനുഷ്യർ ചില സമയങ്ങളിൽ സന്തോഷമുള്ളവരാണ്, ചില സമയങ്ങളിൽ ദുഃഖമുള്ളവരാണ്. സന്തോഷം കൂടുമ്പോൾ ചില ആളുകൾക്ക് ചിലർ വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. വാഗ്ദാനങ്ങൾ നൽകുന്നവർ പലപ്പോഴും മറന്നുപോകും, എന്നാൽ അത് കേൾക്കുന്നവർ മറന്നു പോകുന്നില്ല. നമ്മൾ ഒരാളോട് ഒരു വാഗ്ദാനം പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഓർത്തു വെക്കണം. അത് നമ്മളുടെ കടമയാണ്. നമ്മളാണത് പറഞ്ഞത്. ഒരുവിധം അഭിമാനമുള്ളവരൊന്നും നമ്മളോടത് ചോദിക്കണമെന്നില്ല. അഭിമാനം കെട്ടി ചിലവർ പറഞ്ഞെന്നിരിക്കും, എന്നോട് ഇങ്ങനെ ഒരു വാഗ്ദാനം പറഞ്ഞു മറന്നുപോയോ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ അഭിമാനമുള്ളവരാരും അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് വരില്ല. അതിനേക്കാൾ നല്ലത് പറഞ്ഞ് നമ്മളത് ഓർക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സംഭവകഥ ഞാൻ നിങ്ങളോട് പറയാം. വിദേശത്തുള്ള ഒരാൾ നാട്ടിൽ വന്നു. തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നിനക്ക് ഇന്ന കാര്യം തരാമെന്ന് അദ്ദേഹത്തോടൊരു വാഗ്ദാനം കൊടുത്തു. അദ്ദേഹം അത് ഓർത്തിരുന്നു. ഇദ്ദേഹം തിരിച്ചു വിദേശത്തേക്ക് മടങ്ങിപ്പോയി. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരികെ മടങ്ങി വരുന്നത്. ആ മടങ്ങി വരുന്ന സമയം അടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, അതായത് വാഗ്ദാനം കേട്ട ആൾ, വളരെ സന്തോഷവാനായി. കാരണം തനിക്ക് തൻ്റെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന ആ സംഭവം കിട്ടുമല്ലോ എന്നോർത്ത് വളരെ സന്തോഷവാനായി. എന്നാൽ ആ സുഹൃത്ത് നാട്ടിൽ വന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം കടന്നുപോയി. അവർ സംസാരിച്ച വേളയിലൊക്കെ ഇദ്ദേഹം പ്രതീക്ഷിച്ചത് അതിനെക്കുറിച്ച് പറയുമെന്നോ അല്ലെങ്കിൽ പോകാൻ നേരത്തും അദ്ദേഹം ആ സാധനം എടുത്ത് കൊടുക്കുമെന്നോ ഒക്കെയാണ് ഇദ്ദേഹം വിചാരിച്ചത്. പക്ഷെ നടന്ന സംഭവം, ലീവ് കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. കാരണം അദ്ദേഹം അത് ഓർത്തില്ല. വളരെ വിഷമത്തോടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 1 വർഷം ഞാൻ പ്രതീക്ഷിച്ച് കാത്തിരുന്നതായിരുന്നു, പക്ഷെ അദ്ദേഹം മറന്നുപോയി. ഞാൻ അദ്ദേഹത്തെ അത് ഓർമ്മപ്പെടുത്താനും പോയില്ല എന്ന് എന്നോട് പറഞ്ഞു. ജീവിതത്തിൽ നമ്മൾ ആരോടെങ്കിലും വാഗ്ദാനം ചെയ്യുമ്പോൾ പറഞ്ഞ് നമ്മൾ മറന്നുപോകും, പക്ഷെ കേട്ടവർ മറന്നു പോകത്തില്ല. ആത്മാഭിമാനമുള്ള ആരും അതൊരു പക്ഷേ ഓർമ്മപ്പെടുത്തിയെന്ന് വരില്ല. എന്നാൽ വാഗ്ദാനം പറഞ്ഞ നിങ്ങളത് മറക്കരുത്. കാരണം ഒരു വാഗ്ദാനം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് നിവർത്തിക്കാതെ ഇരിക്കരുത്. നിങ്ങൾ തന്നെ അത് ഓർത്തു വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആ പറഞ്ഞ വാഗ്ദാനം തക്ക സമയത്ത് നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പറയാവൂ. അതല്ലെങ്കിൽ നമ്മളത് എഴുതി വെക്കണം, ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന്. അതും അല്ലെങ്കിൽ നമ്മൾ ആർക്കും വാഗ്ദാനം കൊടുക്കാൻ പോകരുത്. നമുക്കതിന് സാഹചര്യം വരുമ്പോൾ നമ്മളത് അവർക്കങ്ങ് ചെയ്തു കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്.